സജിത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇപ്പോൾ കടുവയുടെയും ആനയുടെ കഥയാണ്. നെറ്റിപ്പട്ടം കെട്ടി മുകളിൽ മുത്തുക്കുടയും പിടിച്ച് വെഞ്ചാമരമൊക്കെ വീശി നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഒരുപക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാനും ഈ കാണുന്ന പ്രേക്ഷകർ പോലും നമ്മുടെ മുറിയുടെ സ്വീകരണ മുറിയുടെ സുരക്ഷിതത്വത്തിലിരുന്ന് കാണുമ്പോഴും ഇത് കൗതുകമുള്ള കാഴ്ചയായിരിക്കും. പക്ഷെ അവിടെ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ, ധോണിക്കാരുടെ ഉറക്കമില്ലാത്ത രാത്രികളുടെ നേർചിത്രമാണ് പ്രസാദിന്റെ റിപ്പോർട്ടിലുള്ളത്. അതിന്റെ വിവരങ്ങൾ പ്രസാദ് നൽകുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് അട്ടപ്പാടിയിൽ ഒരു സംഭവം, അട്ടപ്പാടി അതായത് പാലക്കാട് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത് ഇവിടെ ധോണിയിൽ മാത്രമല്ല അട്ടപ്പാടിയിലും സമാനമായ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. പ്രസാദ് വിശദാംശങ്ങളുമായിട്ട് ചേരും. എന്തായാലും നമുക്ക് ഈ ധോണി അട്ടപ്പാടിയിൽ എന്താ സംഭവം എന്ന് നോക്കാം. പുറത്ത് നിന്നപ്പോൾ ആന വേട്ടയടിച്ചപ്പോൾ ആന നടന്നിട്ടുണ്ടായിരുന്നു. നിന്നപ്പോൾ ഞാൻ ആട്ടം വന്നു, മുടുക്കം വന്നു. ഇവിടുന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ 2 കുട്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇവർ വാതിലടച്ചപ്പോൾ ഈ ആന ഇവിടെ വന്നപ്പോൾ ഈ വാതിലിലെ കൊമ്പിൽ മുട്ടി വാതിൽ കേടെടുത്തി. അപ്പം എന്താണ് പാലക്കാട് സംഭവിക്കുന്നത്? പ്രസാദ് സജ്ജമാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. പ്രസാദ്, എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ച് ആശങ്കയുടെ വർത്തമാനമാണ് പൊതുവിൽ പുറത്തു വരുന്നത്, ധോണിയിലായാലും അട്ടപ്പാടിയിലായാലും. എന്താണ് ഈ 2 ഇടങ്ങളിലെയും സാഹചര്യം? PT7 പിടിക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് ആ നടപടിക്രമങ്ങൾ? ഒപ്പം തന്നെ അട്ടപ്പാടിയിലും എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് പ്രദീപ്, സജിത്ത്. അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം മുമ്പും ആ കാട്ടാനകൾ ഇറങ്ങിയിരുന്നു, കഴിഞ്ഞ ദിവസവും ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ PT7 ഒരു വലിയ ശല്യമായി അല്ലെങ്കിൽ വലിയ തോതിൽ ഭീതി പരത്തിക്കൊണ്ട് രാത്രിയും പകലുമെല്ലാം ഇന്നലെ രാത്രി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. രാത്രി 10 മണിയോടുകൂടി 9 മണിയോടുകൂടി അവിടെ ഇറങ്ങുകയും ധോണി സ്വദേശിയായ ശാന്തയുടെ അവരുടെ വീടിന്റെ പുറകുവശത്ത് കാട്ടാന നിൽക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പിന്നീട് നാട്ടുകാരും വനംവകുപ്പും ചേർന്നാണ് ഇന്നലെ രാത്രി ഏറെ പണിപ്പെട്ട് ഇതിനെ കാട്ടിലേക്ക് കയറ്റിയിട്ടുള്ളത്. പക്ഷേ പുലർച്ചെ 5:30 വീണ്ടും ഈ PT7 ധോണി അവിടെ ലീഡ് കോളേജ് ഉണ്ട്, ആ കോളേജിന്റെ പരിസരത്തേക്ക് ആന ഇറങ്ങി എന്നുള്ളത് പറയുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഭീതിയിൽ കഴിയുന്നു. ഇപ്പോൾ കൂടിന്റെ നിർമ്മാണമൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയും എത്രയും വേഗം കാട്ടാനയെ പിടികൂടാനുള്ള PT7 പിടികൂടാനുള്ള നടപടി വേണം എന്നുള്ളതാണ്. ഇനിയും വൈകിയാൽ അതൊരുപക്ഷെ ഒരു വലിയ ജനകീയ പ്രതിഷേധമായി രൂപപ്പെടാനുള്ള സാധ്യത കൂടുന്നു. ധോണിക്കാർ പറയുന്നത് അവരുടെ ക്ഷമയെ ഇനിയും പരീക്ഷിക്കരുത് എന്നുള്ളതാണ്. എത്രയും വേഗം വയനാട്ടിലെല്ലാം തന്നെ കാട്ടാന ഇറങ്ങുകയാണെങ്കിലും മറ്റ് വന്യമൃഗ ശല്യങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ വേഗം നടപടി ഉണ്ടാകുന്നു. പാലക്കാട് എന്തുകൊണ്ട് ഇത്തരം നടപടികൾ വൈകുന്നു എന്നുള്ളതാണ്. സാങ്കേതികത്വമാണ് പറയുന്നതെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം PT7 മാസങ്ങളായി അവിടുത്തെ ജനജീവിതത്തെ, നമ്മൾ അല്പസമയം മുമ്പ് നമ്മൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത പോലെ അന്ന് രാത്രി ആളുകളെല്ലാം തന്നെ ഉറങ്ങാതെ അവരുടെ കൃഷിയിടത്തിന് വിളവെടുക്കുന്നത് വരെ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യം, ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ട ഒരു പ്രദേശത്തെ ആളുകൾ എത്രയും വേഗം അതിന് ശല്യമായി മാറിയിരിക്കുന്ന ആ കാട്ടാനയെ പിടികൂടാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന വിവരം, അട്ടപ്പാടി കൂടപ്പെട്ടിയിൽ, പുതൂർ പഞ്ചായത്തിലെ കൂടപ്പെട്ടിയിൽ അവിടെ കാട്ടാന ഇറങ്ങി ഒരു വീട്ടിൽ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ആ വീടിന്റെ മുന്നിലെത്തിയ കാട്ടാന വീടിന്റെ ഉമ്മറത്തെ അതിന്റെ വാതിലിന് കേടുവരുത്തിയ ശേഷമാണ് അത് മടങ്ങിപ്പോയിട്ടുള്ളത്. ആ വീടിനുള്ളിൽ ആ സമയത്ത് 2 കുട്ടികളുണ്ടായിരുന്നു. ആനയെങ്ങാനും ആക്രമിച്ച് അകത്ത് കയറുകയോ അല്ലെങ്കിൽ വീട് തകർക്കുകയോ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് പ്രദേശത്ത് നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് നമുക്ക് ധോണിയിൽ നിന്നാണെങ്കിലും അട്ടപ്പാടിയിൽ നിന്നാണെങ്കിലും പങ്കുവെക്കാനുള്ളത്. ഇതിനൊരു പരിഹാരം വേണം എന്ന് തന്നെയാണ് കർഷകരും ആ പ്രദേശവാസികളും എല്ലാം തന്നെ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. പാലക്കാടിന്റെ സാഹചര്യം. പ്രസാദ്, ഈ PT7 റേഡിയോ കോളർ ചെയ്തിട്ടുണ്ടോ? ഇവനെ ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും കഴിയുന്നുണ്ടോ? കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോ ഈ വയനാട്ടിലെ ഈ ആനയെ പിടിക്കുന്ന സമയത്താണ് അതിന്റെ ഒരു വിശദാംശങ്ങൾ അന്ന് അവിടുന്ന് DFO നൽകിയത്. ആദ്യം ഒരു ട്രാക്കിംഗ് ടീം പോയി ആനയെ കണ്ടെത്തുന്നു. റേഡിയോ കോളർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ PM2 കണ്ടെത്താൻ എളുപ്പമായിരുന്നു. അതിനുശേഷം ഡാർട്ടിംഗ് ടീം പോയി ട്രാങ്കുലൈസർ അഥവാ മയക്കുമരുന്നുള്ള സൂചി അതിന്റെ ദേഹത്തേക്ക് തറപ്പിക്കുന്നു, മയങ്ങി വീഴുന്ന ആനയെ കൊണ്ടുപോകുന്നു. ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞോ? മറ്റ് ബുദ്ധിമുട്ടുകൾ എന്താണ്? ഇപ്പൊ വയനാട്ടിനേക്കാൾ ഈ ഒരു ടെറിട്ടറി, അവിടുത്തെ ഒരു ഭൂപ്രകൃതി, അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ? എന്താണ് ഇതിന്റെ ഒരു കാലതാമസം എന്ന് നമുക്ക് പറയാമെങ്കിലും ഇപ്പൊ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും അത് ഡീൽ ചെയ്യുന്നവർക്കും മാത്രമേ അറിയാവുള്ളൂ. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതാണ്. എന്താണ് എടുത്തൊരു സാഹചര്യം എന്താണ്?
ഇത് വൈകാനുള്ള ഒരു പ്രധാന കാരണം ഒന്ന് വനാതിർത്തിയോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഈ ധോണി എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുന്നതെങ്കിൽ ചെരിവുള്ള പ്രദേശത്തോ ഇവർ പറയുന്നത് പോലെ തുറസായ ഈ ജനവാസ മേഖലയോട് ചേർന്ന സ്ഥലത്തോ ഒന്നും തന്നെ മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലത്തേക്ക് ഈ ആനയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് കൂട് നിർമ്മാണം പൂർത്തിയായത്. ഇനി 2 ദിവസത്തിനുള്ളിൽ അതിന്റെ ബലപരിശോധന ഉൾപ്പെടെ ലെവലിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ റേഡിയോ കോളർ ഇവിടെ ആദ്യം അതിന് റേഡിയോ കോളർ ഘടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അങ്ങനെ അത് പൂർണ്ണമായും അത് പൂർത്തിയായിട്ടില്ല. അത്തരം ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ഇതിന്റെ ഒരു ഭൂപ്രകൃതിയാണ് ഇതിന് ഇത്തരം നടപടികൾ വേഗത്തിലാക്കാൻ വനം വകുപ്പിനും തടസ്സം നിൽക്കുന്നത്. ആന രാവിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ വനം വകുപ്പും നാട്ടുകാരും തൊട്ടടുത്ത ചെറിയ കാട്ടിലേക്ക് ഈ ആന കയറി പോകുന്നുണ്ട്. കാടിനുള്ളിൽ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് പുറത്തിറങ്ങുന്നത് ഒന്നെങ്കിൽ പുലർച്ചെയാകാം അല്ലെങ്കിൽ രാത്രിയാകാം. രാത്രി സമയങ്ങളിൽ ഇങ്ങനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ തുറസായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുങ്കിയാന 2 കുങ്കിയാനകൾ നിരന്തരം കുങ്കിയാനയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ വനം വകുപ്പ് ഈ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുന്നത്. ഈ കുങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ആനയെ ഒരു തുറസായ സ്ഥലത്തേക്ക് എത്തിക്കുക, അവിടെ വെച്ച് അതിനെ മയക്കുവെടി വെക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇനി വനം വകുപ്പിനുള്ളത്. അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം സാങ്കേതികത്വങ്ങളാണ് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടികൾ വൈകാൻ കാരണം. പക്ഷെ ആളുകൾക്ക് പറയാനുള്ളത് ഇനിയും കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കുറെ മാസങ്ങൾ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരുപാട് കാലമായി ഈ PT-7 ഇറങ്ങി അവിടെ ആളുകളുടെ കൃഷി നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചില ആളുകൾ ഈ ആനയെ കണ്ടു ഭയന്ന് ഓടി പരിക്ക് പറ്റുന്നു. ആളുകൾ എന്തായാലും പ്രസാദ്, പാലക്കാട്ടെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ട് അവിടുത്തെ ദൗത്യം വിജയിക്കട്ടെ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?